ഇരിക്കേ. ഇല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞത്. അതൊന്നും സാരമില്ല. ഒരു അവലൂസ് ഉണ്ട് ഇവിടെ കഴിക്കും, പല്ലിന് ബലം കിട്ടും. പറഞ്ഞോളൂ. ഹായ്. 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 എന്താ എന്റെ ഉദ്ദേശം? നിങ്ങൾ ഹായ് പറഞ്ഞ് കളിക്കാതെ. ഹായ്. കൊള്ളാലോ കളി. അടുത്ത പോലത്തെ. പക്ഷെ ഞാൻ വീട്ടിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെ കാറിൽ ഇരുന്നിട്ട് സംസാരിക്കണം. അതെ, ഏതായാലും നന്നായി. അല്ല ഇതെന്താ എന്ന് വെച്ചാല് ഇതിപ്പോ അതന്നെ നമ്മളും ചോദിക്കണത്. ഇതെനിക്ക് മനസ്സിലായില്ല. പറയാൻ കൊള്ളുന്ന സാധനമാണ് അതൊക്കെ. അങ്ങനെയല്ല, ഐ തിങ്ക് ഇതിൽ എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടാകും. മേ ബി നല്ല മീനിങ് ഞാൻ പറഞ്ഞിട്ടേ. നമുക്ക് ഇവിടെ പാത്തുണ്ട്, പെങ്കുണിക്കോണുണ്ട്. അവര് തമ്മിലൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. നമ്മൾ പറയണേക്കാൾ നല്ലതാ. വണ്ടി എടുക്കട്ടെ മോളെ. ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ചാറ്റ്ജിപിടിനോട് ചോദിച്ചെന്ന് പറഞ്ഞേ. നമുക്ക് അവിടെ തുടങ്ങാം. ഫസ്റ്റ്ലി എന്തിനാണ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ചാറ്റ്ജിപിടിന്റെ അടുത്ത് പോണേ? സൂറ നിസാ അറിഞ്ഞിട്ടില്ല, ഭാര്യനെ തല്ലാന്നുള്ള ഹദീസ് കേട്ടില്ല. ഇതൊക്കെ വളരെ ബേസിക് അല്ലേ? ഭാര്യനെ തല്ലാറൊന്നും അങ്ങനെയൊന്നുമില്ല. പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരും. നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്ന വേദഗ്രന്ഥത്തിൽ ഈ ഒരു വചനം കാണിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കുമോ എന്നുള്ള ചോദിച്ചു. പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഞങ്ങള് ഖുർആനിൽ കാണിച്ചു തരാം, ഭാര്യനെ തല്ലാന്ന് കാണിച്ചു തന്നാല് ഞങ്ങള് പറഞ്ഞ അക്സെപ്റ്റ് ചെയ്യും. ബാക്കിൽ മീൻ ഇപ്പൊ ഒരു ഖുർആൻ എടുത്തതിന് അതിന്റെ ബാക്കിൽ മറ്റെന്തെങ്കിലും ഹദീസ് കാര്യമുണ്ടാവും. അപ്പൊ ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. ഏതിന്റെ ബാക്കില്? എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കണ്ടേ ഉണ്ണി? ഏത് കോണ്ടെക്സ്റ്റ് കിട്ടിയാലാണ് ഒരു സ്ത്രീയെ ഒരു പുരുഷനെ അടിക്കാൻ പറ്റുന്ന? ഏത് കോണ്ടെക്സ്റ്റ് കിട്ടിയാലാണ് അത് ഓക്കെ ആവണത്? ഏതാണ് ഒരു വുമൺ അങ്ങനെ ആരും അടിക്കരുത്. ഒരു ഏജ് ഓഫ് വുമൺ ആയിക്കണം ഇങ്ങനെ അടിക്കാൻ. അടിക്കരുതെന്ന് നമ്മൾ എല്ലാരും അഗ്രി ചെയ്യുന്നു. പക്ഷെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അടിക്കണം എന്ന്. ഓക്കെ, എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ഒരു സംഭവം ഇത് ഹറാമാക്കി പറയുന്ന കേട്ടിട്ടുണ്ട്. വുമൺ ആണെങ്കിലും മെന്നാണെങ്കിലും എന്ത് തല്ലാൻ പറ്റില്ലല്ലോ അങ്ങനെ. നമ്മളോടല്ല അത് ഒരു പീക്ക് സ്റ്റേജ് അല്ലേ ഖുർആനിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഖുർആനിൽ എഴുതുമ്പോ എങ്ങനെ തല്ലാന്നൊക്കെ ഞാൻ അവസാനം പറയാം. ഭാര്യ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. തരങ്ങളെ ഭർത്താവിന്റെ അനുഗ്രഹം ഇല്ലാതെ പുറത്തു പോവാ. കാക്ക പറഞ്ഞു നീ പോണ്ട. ഇല്ല ഞാൻ പോകും. പോയിട്ട് വരുമ്പോ ഒരു മടലും കൊണ്ട് നിന്നു. ഭർത്താവ് പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. കുട്ടി ആമീൻ പറയണം കേട്ടോ. ഉസ്താദ് ആമീൻ പറയുമ്പോ ഓക്കെ. അവക്ക് സ്വർണം വേണം. ഉസ്താദിനേക്കാൾ വിവരം ഉണ്ടോ സഹനക്ക്? ഉണ്ടോ? ഉണ്ടോ? ഉസ്താദിനേക്കാൾ വിവരം ഉണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? ഇല്ല. എന്നാ അത് കേക്ക്. മിണ്ടാണ്ടിരുന്ന് കേക്ക്. ഓക്കെ. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. സഹറ ആമീൻ പറയും. എന്നിട്ട് ബാക്കി ആമീൻ പറയും. ആമീൻ പറഞ്ഞിട്ട് ബാക്കി. ഉസ്താദ് ആമീൻ പറഞ്ഞു, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോ സഹറയ്ക്ക് ആമീൻ പറയാൻ എന്താ മടി? അടിപൊളി. ഇത് AI അല്ല, ഈ ഉസ്താദാണ്. ഉസ്താദിനെ എനിക്ക് നേരിട്ട് അറിയാം. ഉസ്താദിന്റെ ഒരു അണപ്പല്ലില്ല, അതും എനിക്കറിയാം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇയാള് റോങ് ആണ് പറയുന്നത്. ആമീൻ പറഞ്ഞിട്ട് ബാക്കി. ഇതൊക്കെ വളരെ ഓൾഡസ്റ്റ് വീഡിയോസ് ആണ്. ഇതൊന്നും ആരും ഫോളോ ചെയ്യാനായിട്ട് 6ാം നൂറ്റാണ്ടിലുള്ള പുസ്തകം ഫോളോ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരു 5 കൊല്ലം മുന്നുള്ള വീഡിയോ ഫോളോ ചെയ്യാൻ പറ്റില്ല. അതാണ് എവിടെ പോണ്? തൊണ്ട വെള്ളം കുടിക്കണം. പോയിന്റ് പകുതി വേണേലും ആള് കൊള്ളട്ടാ, പുലിയാണ്ടാ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അല്ല വെയിറ്റ്, നമുക്ക് സഹറെ കൊണ്ട് തന്നെ വായിപ്പിക്കാം. വായിക്കൂ സാർ. കാര്യമല്ലോ. അത് ഇല്ല എനിക്ക് വായിക്കും. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. പറ്റുമോ? ഞാൻ പറയട്ടെ, ഇത് ചെറിയ സബ്ജക്ട്. ഇങ്ങനെ ഒരു ഏത് ചെറിയ സബ്ജക്ട്? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തല്ലുക എന്ന് പറയുന്നത് ചെറിയ സബ്ജക്ട് ആണ്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഞാൻ പറയട്ടെ, ചെറിയ സാധനം, മുട്ടൂത്തി പോലത്തെ ചെറിയ സാധനത്തിനെ നിങ്ങൾ വലിയ സംഭവമാക്കുന്നുണ്ടായിരുന്നു. ഡൊമസ്റ്റിക് വയലൻസ് ഒരു ചെറിയ ശബ്ദമാണോ? ഈ കുട്ടിക്ക് കാര്യമായ എന്തോ തകരാറുണ്ട്. ഷീ ഹാസ് സം സൈക്കാട്രിക് പ്രോബ്ലം.
അല്പം കൂടെ തെളിച്ചു പറഞ്ഞാൽ ഭ്രാന്ത്. ഇല്ല, ഞാൻ ചെറുങ്ങനെ ഒന്ന് പാനിക്കാണ് ലൈവില്. പാനിക്കായ പൊട്ടിച്ചിരിക്കും. അല്ല സാർ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും എന്തെങ്കിലും വിട്ടിത്തങ്ങൾ കാണിക്കുകയോ പറയുകയോ ചെയ്ത് സ്വയം ചിരിക്കാൻ നോക്കും. ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നെ. ഇതേ ഗൂഗിൾ ഒന്നല്ല, ഇതിൽ തന്നെയുള്ള സാധനമാണ്. ഓക്കെ, ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞേക്കരുത്. ഓക്കെ, എനിക്ക് അങ്ങനെ ആ ദൈവമേ ഇവിടുന്ന് നാശമാക്കും. അറബി അറിയില്ല, ഗൂഗിളിൽ വരുന്നത് എടുക്കൂല, ഉസ്താദ് എക്സ്പ്ലെയിൻ ചെയ്ത ഉസ്താദ് എടുക്കത്തില്ല, ഞാൻ എടുക്കത്തില്ല. അങ്ങനെയല്ല, ഗൂഗിൾ ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്സ് കാണിച്ചതായിരിക്കും. ഇപ്പൊ ലോട്ട് ഓഫ് ആൾക്കാർ കുറെ വിശ്വസിക്കുന്നുണ്ട്. സോ അവർ മണ്ടന്മാരാണോ? ഞാൻ കുറെ മണ്ടന്മാരാണ്, മദ്രസ പൊട്ടന്മാരാണ്. അതെ, അതാണല്ലോ നമ്മൾ പറയാറ്. അവർ അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. നീ പാടാ, നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ നമ്മള് സമയം കളയാണ്. ഒരു ജൻഹയ്ക്കും വേണ്ടി നമുക്ക് ഒരുപാട് സമയം കളയാനില്ല. നമുക്ക് അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് കുട്ടീനെ നമുക്ക് പിരിച്ചുവിടാം. പോയി കാറിൽ അധികം നേരം ഇരുന്ന വേർക്കും. അതാണ്. ഞാൻ കുറച്ച് ഓവറായില്ലേ? അടിക്കുകയും ചെയ്തു കൊള്ളുക. എന്നിട്ടവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത്. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു. നീ ഇതെന്താ പറഞ്ഞേ? ഇതിലിങ്ങനെ ലാസ്റ്റ് അള്ളാഹു പിന്നെ മനോഹരനാന്ന് പറയുന്നത് ശരിയല്ല. മനോഹരനാണ്. മനോഹരനാണോ? അങ്ങനെ പറയരുത്. ഞാൻ ഇങ്ങനെ ഇഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കുന്നു കൊല്ലടാ. സംഖ്യല്ലേ സെന, സത്യം പറയും. സംഖ്യയാണ് ഇവിടെ വന്ന് ഇസ്ലാമിനെ ട്രോൾ. ഞാൻ കാര്യം പറ്റേ, ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. നമ്മൾ ഫുൾ റോങ് പറഞ്ഞിട്ട് ഞാൻ കിടില്ലാന്ന് പറയുന്നത് അത്. പക്ഷെ ഇത് അല്ല പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. സൻഹ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ സമയം കളയുന്ന പരിപാടിയാണ്. എത്രയും പെട്ടെന്ന് യന്ത്രം ഓഫാക്കി പോകണം. കാരണം എല്ലാം കളഞ്ഞു വിളിച്ചു. ഉസ്താദിനെ തെറി വിളിച്ചു, പഠിച്ചോനെ തെറി വിളിച്ചു, മുത്തിനെ തെറി വിളിച്ചു, ഉസ്താദിനെ വക്കുകൂട്ടിയെന്ന് പറഞ്ഞു, പഠിച്ചോനെ മനോഹരൻ എന്ന് പറഞ്ഞു, മുത്തുനബിക്ക് വിവരില്ലെന്ന് പറഞ്ഞു, ഒക്കെ പറഞ്ഞു പോയി. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.